നമ്മുടെ ആൽവിൻ എന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിന്റെ പ്രൊമോഷൻ വീഡിയോ എടുക്കുന്നതിനിടയിലാണ്, റീൽസ് ചിത്രീകരിക്കുന്നതിനിടയിലാണ് ഇന്നലെ ആ റീൽസിൽ ഉപയോഗിച്ച വണ്ടി ഇടിച്ച് തന്നെ മരിച്ചത്. കോഴിക്കോട് റീൽസ് ഷൂട്ടിനിടെ യുവാവ് മരിക്കാനിടയായ അപകടമുണ്ടാക്കിയത് ബെൻസ് വാഹനമാണെന്നാണ് മനസ്സിലാക്കുന്നത്. വാഹനത്തിന്റെ ഉടമ സാബിത്താണ് ബെൻസ് കാർ ഓടിച്ചത്. പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു. വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല എന്നതാണ് പ്രാഥമിക നിഗമനം. FIR രേഖകളിൽ ചേർത്തിരുന്നത് ഡിഫൻഡർ വാഹനമായിരുന്നു. ദീപക് മലയമ്മ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഇടിച്ച വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല, അതുകൊണ്ട് ഇൻഷുറൻസ് ഉള്ള മറ്റൊരു വണ്ടിയുടെ പേര് എഴുതി ചേർത്തു എന്നാണോ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ഇടിച്ചത് ഈ ബെൻസ് തന്നെയാണ് എന്ന് ഉറപ്പിച്ചോ ദീപക്? അരുൺകുമാർ, പോലീസ് ആ കാര്യം സ്ഥിരീകരിച്ച് പറയുകയാണ്. അല്പം മുൻപ് കൂടി CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന TS 9UA9 എന്ന നമ്പറിലുള്ള ബെൻസ് വാഹനമാണ് അപകടമുണ്ടാക്കിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ രണ്ട് വാഹനങ്ങളും പാരലായി ഒരേ ദിശയിൽ നിന്ന് തന്നെ ഓടിച്ചു വരികയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുക, അത് പ്രൊമോഷണൽ റീൽ എന്നുള്ള നിലയ്ക്ക് 999 ഓട്ടോമോട്ടീവിൻ്റെ കമ്പനിക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ആൽവിൻ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. അബദ്ധവശാൽ അപകടം സംഭവിക്കുന്നു, മരണത്തിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ പോവുകയും ചെയ്തു. അങ്ങനെയാണ് പോലീസ് ഈ വിവരങ്ങൾ അന്വേഷിച്ചെത്തുന്നത്. ആ ഘട്ടത്തിൽ തന്നെ പ്രാഥമിക വിവരം എന്നുള്ള നിലയ്ക്ക് FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് KL 10 BK 0001 എന്ന നമ്പറിലുള്ള ഈ ഡിഫൻഡർ വാഹനമാണ്. അതാണ് FIRൽ പ്രാഥമിക വിവരം എന്നുള്ള നിലയ്ക്ക് വന്നിരുന്നത്. പിന്നീട് കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കുകയും രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യലിന് പോലീസ് വിധേയമാക്കുകയും ചെയ്തു. ആദ്യഘട്ടം മുതൽ തന്നെ രണ്ടുപേരും വൈരുദ്ധ്യമുള്ള മൊഴികളാണ് പോലീസിന് നൽകിയിരുന്നത്. അതായത് വാഹനം ഡിഫൻഡർ വാഹനമാണ് ഇടിച്ചത്, അത് പ്രകാരമാണ് അപകടമുണ്ടായത് എന്നുള്ളതായിരുന്നു മൊഴികൾ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതനുസരിച്ച് പോലീസ് ആ നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു. പിന്നീട് കൂടുതൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കി. അതിന് മുന്നോടിയായി തന്നെ RTO അടക്കം ഇവിടേക്ക് എത്തുകയും MVD ഉദ്യോഗസ്ഥരെത്തി പരിശോധനകൾ നടത്തുകയും ചെയ്തു. ആ ഘട്ടത്തിൽ ഡിഫൻഡർ വാഹനമാണ് ബെൻസ് വാഹനമാണ് അപകടമുണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് ഇന്നലെ തന്നെ RTO എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കുകയും ചെയ്തു. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഈ വാഹനത്തിന്റെ ചില ഭാഗത്ത് പരിക്കുകളൊക്കെ ഉണ്ടായതിന്റെ പാടുകൾ ഉൾപ്പെടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഇന്നലെ ഉണ്ടായ അപകടവുമായി ബന്ധപ്പെട്ടാണോ എന്നുള്ളത് ഇനി ശാസ്ത്രീയമായി സ്ഥിരീകരിക്കേണ്ട നടപടിക്രമങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഓട്ടോമോട്ടീവ് കമ്പനിയുടെ ഉടമസ്ഥൻ കൂടിയായിട്ടുള്ള സാബിത്ത് ഒരാഴ്ച മുൻപാണ് ഹൈദരാബാദിൽ നിന്ന് ഈ വാഹനം ഇവിടേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അങ്ങനെ എത്തിച്ച വാഹനത്തിന് ഇൻഷുറൻസും ഒപ്പം തന്നെ കേരള ടാക്സും നിലവിൽ കേരള MVDയുടെ സൈറ്റിൽ റിഫ്ലക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല എന്നുള്ള അനുമാനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അതിൻ്റെ രേഖകൾ ഇനി ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള സാബിത്തിന് ഉൾപ്പെടെ ഹാജരാക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ KL 10 BK 0001 എന്ന് പറയുന്ന ഈ ഡിഫൻഡർ വാഹനത്തിൻ്റെ നമ്പർ എഴുതി ചേർക്കപ്പെട്ടത് എന്നുള്ള ചോദ്യത്തിന് പോലീസ് നൽകുന്ന വിശദീകരണം, ഈ ഒരു അപകടമുണ്ടാവുകയും മരണം സംഭവിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ അപകടം പറ്റിയ ആൾക്ക് ക്ലെയിം കിട്ടണമെങ്കിൽ അത് ഇൻഷുറൻസ് ഉള്ള വാഹനം എന്നുള്ള നിലയിൽ ഈ വാഹനത്തിന്റെ നമ്പർ ആയിരിക്കണം എന്നുള്ളത് കണക്ക് കൂട്ടിക്കൊണ്ടാണ് അത്തരത്തിൽ അവർ നമ്പർ മാറ്റി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഈ കാര്യത്തിൽ ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷം സാബിത്താണ് വാഹനം ഓടിച്ചത് എന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം തന്നെ CA ഉൾപ്പെടെ SHO ഉൾപ്പെടെ സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സാബിത്തിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. അത്തരം നടപടികളിലേക്ക് പോകുമെന്നുള്ളത് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ വാഹനത്തിനകത്ത് നിന്ന് ഈ നമ്പർ പ്ലേറ്റ് അടക്കം മാറ്റിവെച്ചിരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഡിഫൻഡറിന്റെ നമ്പർ പ്ലേറ്റ് ടെമ്പററി പെർമിറ്റ് ആണല്ലോ കാണുന്നത്. അതിന്റെ ഒറിജിനൽ നമ്പർ പ്ലേറ്റ് വേറെ ഉണ്ടോ? ഉണ്ട്. അതായത് ഇന്നലെ ഈ വാഹനം ഇവിടേക്ക് എത്തിക്കുമ്പോൾ തന്നെയുള്ള നമുക്കുൾപ്പെടെയുള്ള സംശയം എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടുള്ള ഈ നമ്പർ ഭാഗമാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. പക്ഷേ നമ്പർ അനുവദിച്ചിട്ടുണ്ടാകും. ഒരുപക്ഷെ അത് കൃത്യമായി ബോർഡാക്കിയതിന് ശേഷം വാഹനത്തിലേക്ക് ഘടിപ്പിക്കാനുള്ള കാലതാമസം എന്നുള്ള നിലയിലായിരിക്കാം എന്നായിരുന്നു നമ്മൾ അനുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ RTO ഉദ്യോഗസ്ഥർ എത്തി, RTO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ വാഹനത്തിനകത്ത് ആ നമ്പർ ബോർഡ് കണ്ടെത്തിയിരിക്കുന്നത്. KL 10 BK 0001 എന്നുള്ള നമ്പർ ബോർഡ് ഈ വാഹനത്തിന് അനുവദിക്കപ്പെട്ടതാണ്. പക്ഷേ അത് കൃത്യമായി പതിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് പതിപ്പിച്ചിട്ടില്ല, എത്ര കാലമായ നമ്പർ പ്ലേറ്റ് അനുവദിച്ചിട്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. ഏതാണ്ട് 6 മാസ കാലാവധി മാത്രമാണ് ഇത്തരത്തിൽ നമ്പർ കിട്ടുന്നതുവരെയുള്ള ഒരു സമയം ഇത്തരത്തിൽ ടെമ്പററി സ്റ്റിക്കർ ഓടിച്ച് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുകയുള്ളൂ. നമ്പർ പ്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി പതിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ നിയമം അനുശാസിക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഇനിയിപ്പോൾ MVD ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും, പരിശോധനകളിലേക്ക് കടക്കും. അപ്പോൾ കൂടുതൽ ആ കാര്യത്തിൽ വ്യക്തത വരും എന്നുള്ളത്
എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ TS രജിസ്ട്രേഷനിലുള്ള വാഹനം അതിൻ്റെ ഉടമസ്ഥാവകാശം പൂർണ്ണമായും മാറ്റുന്ന നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. എന്ന് വെച്ചാൽ 999 ഓട്ടോമോട്ടീവ് കാർ ഡീറ്റെയിലിംഗ് ഉൾപ്പെടെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ ഭാഗത്തേക്ക് അവരുടെ പക്കലേക്ക് ഈ വാഹനം എത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റൊരാളുടെ ഓണർഷിപ്പിലേക്ക് ആ വാഹനം നിലവിൽ മാറിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് നൽകുന്ന സൂചന. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും മറ്റ് നിയമ നടപടികൾ കൂടി എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്നലെ അപകടമുണ്ടായ ആ റോഡാണ്. ആ റോഡിന് സമാന്തരമായി ഇപ്പോൾ ഏതാണ്ട് ഓട്ടോയും കാറുമൊക്കെ കടന്നു പോയതുപോലെ തന്നെ ആ ഭാഗത്ത് നിന്ന് 2 വാഹനങ്ങളും ഒരേ ദിശയിൽ വരികയും അവിടെ കാണുന്ന ആ സീബ്ര ക്രോസിംഗിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ആൽവിൻ ആ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയുമായിരുന്നു. ആൽവിൻ പ്രൊഫഷണലി അത്തരത്തിൽ നേരത്തെ തന്നെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് റീൽസ് ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്ന ഒരാൾ കൂടിയാണ്. മുൻപ് സാബിത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ 999 ഓട്ടോമോട്ടീവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ആൽവിന് വൃക്കസംബന്ധമായ ബുദ്ധിമുട്ടുണ്ടാവുകയും പിന്നീട് ഗൾഫിൽ ഉൾപ്പെടെ ജോലിക്ക് പോയി തിരികെ എത്തി ചികിത്സാവശ്യാർത്ഥം തിരികെ എത്തി പിന്നീട് വീണ്ടും ഈ ജോലിയുടെയൊക്കെ ഭാഗമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു യുവാവായിരുന്നു. എന്തായാലും മരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ കൂടുതൽ പരിശോധനകൾ കൂടി ഉണ്ടാകും. ആ ഘട്ടത്തിലായിരിക്കും ഇത്തരത്തിൽ വാഹനത്തിൽ ഏതെങ്കിലും തരത്തിൽ കള്ളത്തരങ്ങൾ കാണിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് സംബന്ധിച്ചുള്ള പൂർണ്ണമായ ഒരു വ്യക്തതയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. എന്തായാലും പോലീസ് നൽകുന്ന ഔദ്യോഗിക സ്ഥിരീകരണം അനുസരിച്ച് സാബിത്ത് എന്നു പേരുള്ള ആളാണ് വാഹനം ഓടിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ജോലിക്കാരനായിട്ടുള്ള റയീസ് അദ്ദേഹമാണ് ഡിഫൻഡർ വാഹനം ഓടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ദീപക് എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു ക്ലാരിറ്റി നമ്മൾ വരുത്തേണ്ടതുണ്ട്. ഈ ചെറുപ്പക്കാരൻ്റെ പേര് പ്രേക്ഷകർക്ക് അറിയാമല്ലോ, ആൽവിൻ. ഈ അദ്ദേഹത്തിൻ്റെ ഒരു ജോലിക്കിടയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം അതിലൊരു റീലെടുത്ത്, അതായത് പ്രൊമോഷൻ റീൽസുകൾ എടുക്കുക എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ജോലിയായി നമ്മൾ മനസ്സിലാക്കുന്നത്. പരസ്യചിത്രം ഷൂട്ട് ചെയ്യുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് റീലായി ചിത്രീകരിക്കപ്പെടുകയായിരുന്നു എന്നൊരു വിഭാഗത്തിൽ ഇപ്പോൾ വിമർശനം ഉണ്ടാവുന്നു. 21 വയസ്സ് മാത്രം പ്രായമുള്ള പയ്യനാണ്. അപ്പോൾ ആ പയ്യൻ്റെ 2 വൃക്കകളും തകരാറിലായതിനെ തുടർന്ന് അതൊക്കെ മാറ്റിവെച്ച് ആ രീതിയിൽ ജീവിതം കരുപ്പിടിപ്പിക്കാൻ നോക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. വീഡിയോ പ്രൊമോഷനും കണ്ടന്റ് ക്രിയേഷനും ആണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തൊഴിൽ. ആ തൊഴിൽ ചെയ്യുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിലിട്ട് അദ്ദേഹത്തിന് കൂടുതൽ ലൈക്കുകളോ ഷെയറുകളോ വാങ്ങാൻ വേണ്ടിയായിരുന്നില്ല. അദ്ദേഹം പിന്നീട് പുറം നാടുകളിൽ പോയി ജോലിയൊക്കെ നോക്കാൻ ശ്രമിച്ചു. അതിനുശേഷം 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചിതേ സ്ഥാപനത്തിലേക്ക് എത്തിയപ്പോൾ ആ സ്ഥാപനം ഏൽപ്പിച്ച ഒരു ജോലിയായിരുന്നു യഥാർത്ഥത്തിൽ ആൽവിൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തൻ്റെ ജോലിക്കിടയിലാണ് അദ്ദേഹം ഈ റീൽസ് പ്രൊമോഷൻ നടത്തിയത്. അത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ ആവശ്യത്തിന് വേണ്ടി ആയിരുന്നില്ല. അദ്ദേഹത്തെ ആ പണിയേൽപ്പിച്ച സ്ഥാപനത്തിന് വേണ്ടി അദ്ദേഹം ഒരു കണ്ടന്റ് ക്രിയേഷൻ നടത്തുകയായിരുന്നു. ആ കണ്ടന്റ് ക്രിയേഷൻ നടത്തിയത് പക്ഷേ ആ രീതിയിൽ ശ്രദ്ധിക്കാതെയാണ്. വേണ്ടത്ര ജാഗ്രതാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് ഓടിച്ചയാൾക്ക് ഒരു പക്ഷേ ഒരു ബമ്പ് ചെയ്ത് ഇങ്ങനെ വരുന്ന ഘട്ടത്തിൽ അത് ബ്രേക്ക് ചെയ്ത് നിർത്താൻ കഴിയാതെ പോയി. അതൊക്കെ വളരെ പ്രൊഫഷണലായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതേപോലെ തിരക്കുള്ള റോഡുകളിൽ ഏതെങ്കിലും തരത്തിൽ അമിത വേഗതയിൽ വാഹനങ്ങളുടെയൊക്കെ രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ അതിനുള്ള ഇടങ്ങളിൽ വെച്ച് മാത്രമേ അത് ചിത്രീകരിക്കാവൂ. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. അമച്വറായി ഇത്തരം രംഗങ്ങൾ ചിത്രീകരിക്കുന്നത് അപകടമുണ്ടാക്കും എന്നൊരിക്കൽ കൂടി പറയട്ടെ. ഇത് ഇപ്പോൾ നമ്മൾ റീൽസായിട്ട് ഒരു പ്രൊഫഷണൽ സ്ഥാപനത്തിൻ്റെ പരസ്യചിത്രമായിട്ട് ഇറക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. എന്നാൽ മറ്റു ചില വ്യക്തികൾ അങ്ങനെയല്ല. അവരവരുടെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയ പേജുകളിലുമെല്ലാം അവരുടേതായിട്ടുള്ള വൈറൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കും. അത് തീർച്ചയായിട്ടും അപകടകരമായ ഒന്നാണ്. അത് ഈ വീഡിയോയുടെ കണ്ടന്റ് ക്രിയേഷൻ, അതായത് തൻ്റെ സ്ഥാപനത്തിൻ്റെ പരസ്യ ചിത്രീകരണത്തിനിടയിലാണ് ആൽവിൻ വണ്ടിയിടിച്ചു മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേതെങ്കിലും തരത്തിൽ ആൽവിന് പ്രശസ്തനാവാൻ വേണ്ടി ആൽവിൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കൂടുതൽ ആളുകളെ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നില്ല എന്നത് പ്രേക്ഷകർ കൃത്യമായിട്ടും മനസ്സിലാക്കുക തന്നെ വേണം. അങ്ങനെ ആൽവിനെ നമുക്ക് മരണശേഷവും അധിക്ഷേപിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ തൊഴിലായിരുന്നു ഈ കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളത്. പക്ഷേ അത് വളരെ അമച്വറായിട്ടാണ് അദ്ദേഹം ചെയ്തത്. അത്തരം പ്രൊഫഷണലായിട്ടുള്ള തയ്യാറെടുപ്പുകളില്ലാതെ അത്തരമൊരു സ്ഥലത്ത് അങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് അപകടകരമാണ്. അത് ഇവിടെ മാത്രമല്ല കേട്ടോ, പലയിടങ്ങളിലും ഇത്തരം റീൽസുകൾ ഷൂട്ട് ചെയ്യുന്നതും ഇത്തരം പ്രൊമോഷൻ വീഡിയോകൾ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പുമില്ലാതെ അല്ലെങ്കിൽ ജാഗ്രതയുമില്ലാതെ ചെയ്യുന്നതുമൊക്കെ നമ്മൾ കാണാറുണ്ട്. കൊച്ചിയിലുമുണ്ട് അങ്ങനെ ഒരു സ്ഥലം. കൊച്ചിയിൽ പണിതീരാതെ കിടക്കുന്ന സീപോർട്ട് എയർപോർട്ട് റോഡിൽ റീൽസിൻ്റെ ചിത്രീകരണങ്ങൾ പതിവാണ്. വൈകുന്നേരമായി കഴിഞ്ഞാൽ റീൽസ് എടുക്കാനും റോഡിലൂടെ സ്പീഡിൽ ബൈക്ക് ഓടിക്കുന്ന വീഡിയോ ചിത്രീകരിക്കാനും ഒക്കെ യുവാക്കൾ എത്താറുണ്ട്. പക്ഷേ ഇതെല്ലാം ആൽവിനിൽ നിന്ന് വ്യത്യസ്തമായ അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നാർസിസിസ്റ്റുകൾ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ടല്ലോ. എൻ്റെ സാഹസികത ഇതാണല്ലോ ഇൻസ്റ്റാഗ്രാമിലെ പുതിയ ട്രെൻഡ്. എന്നാൽ അപകട സാധ്യതയുള്ള റോഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കിടയിൽ 2 മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ
കോഴിക്കോട് നടന്ന ഈ പരസ്യചിത്ര പ്രൊമോഷനിടയിൽ നമുക്ക് അങ്ങനെ തന്നെ പറയണം, റീൽസ് എന്നുള്ളത് നമ്മൾ പിൻവലിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവിടെ ഒരു പരസ്യചിത്രമാണ് യഥാർത്ഥത്തിൽ ആൽവിൻ ഉപയോഗിച്ചത് എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. ചില ദൃക്സാക്ഷികൾ പറഞ്ഞു, ചില കമൻറ്റുകൾ വന്നു, ചില മെസ്സേജുകളും വന്നു. അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആ സ്ഥാപനം ആൽവിനെ ഒരു പരസ്യചിത്ര നിർമ്മാണത്തിന് വേണ്ടി ഏൽപ്പിച്ചു. ആ പരസ്യചിത്ര നിർമ്മാണത്തിൽ പക്ഷേ വേണ്ടത്ര തയ്യാറെടുപ്പുകളോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഇല്ലാതെ വളരെ അമച്ചുറായിട്ട് അത് ഷൂട്ട് ചെയ്തു. വളരെ ഒരുപാട് CC ഉള്ള വാഹനങ്ങളാണ്, പ്രത്യേകിച്ച് ആ ബെൻസ്, അതേപോലെ ഡിഫൻഡർ. അപ്പോൾ ഒരു ബമ്പ് ചെയ്തിങ്ങനെ വരുന്നത് ചിത്രീകരിക്കാനായിരിക്കും ഒരുപക്ഷെ ആൽവിൻ ശ്രമിച്ചിട്ടുണ്ടാവുക. വണ്ടി ബെൻസ് പിടിച്ചെടുത്ത് നിർത്തിയില്ല, നേരെ പോയി ആൽവിനെ ഇടിക്കുകയായിരുന്നു. നട്ടെല്ല് തകർന്നാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇനി